മഹിമയേഴും പരമേശ പാഹി മാമേശു മഹേശ നിസ്തുല സ്നേഹ സാഗരമേഹ പ്രസ്താവ്യമേ തിരുനാമം ക്രിസ്തോ നീതാനൻ വിശ്രാമം പ്രസ്താവ്യമേ തിരുനാമം ക്രിസ്തോ നീതാനൻ വിശ്രാമം കാർമുകിൽ ഭീകരമായി വരും നേരം കാൺമതോ നിയമത്തിൻ വില്ല നായാതിൽ തീരുമെൻ ഭാരം കാൺമതോ നിയമത്തിൻ വില്ല നായതിൽ തീരുമെൻ ഭാരം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിൻ്റെ പാദപീഠം ചാർന്ന് കടന്നു വരുവാൻ അവിടുന്ന് സഹായിച്ച് ബലപ്പെടുത്തി സുബോധത്തിലിരുത്തിയ ദൈവത്തെ മഹത്വപ്പെടുത്തുക, സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകിത്തരേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച എല്ലാ പ്രിയ മക്കളെയും സമർപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്നവരുടെ ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭാരങ്ങളും രോഗങ്ങളും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പരാതികളുമായി ഞങ്ങളുടെ പാദപീഠമാ ചാർന്ന് കടന്നു വരുന്നത് അങ്ങ് ഞങ്ങളെ ഉള്ളതുപോലെ കാണുകയും അറിയുകയും ചെയ്യുന്ന ദൈവമാ. ഞങ്ങളെ അവിടുന്ന് സഹായിക്കുവാനും അനുഗ്രഹിക്കുവാനും സർവ്വശക്തനാ. മനസ്സലിവും കരുണയുമുള്ള നല്ല പിതാവാകിയാൽ അപ്പൻ്റെ പാദപീഠത്തിലോട്ട് ഞങ്ങളെ ചാർത്ത് വയ്ക്കുകയാണ്. അവിടുന്ന് ഞങ്ങളെ നിശ്ചയമായും സഹായിക്കും. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ഞങ്ങൾക്ക് ദാനം തന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കട്ടെ. അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം ഏൽപ്പിക്കട്ടെ. ജോലിയിലായിരിക്കുന്ന മക്കൾ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെയൊക്കെ ഞങ്ങൾ സമർപ്പിക്കുക കർത്താവേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം എൻ്റെ അപ്പൻ്റെ ദാനമാണ്. നന്ദി പിതാവേ, നന്ദി നന്ദി. സ്തോത്രം സ്തോത്രം അപ്പ. പിന്നെയും ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. അവിടുത്തെ കാവലും പരിപാലനവും ഞങ്ങൾക്ക് വേണം കർത്താവേ. അപ്പോൾ ഇന്നുവരെ ഞങ്ങളെ ചാർത്ത് പിടിച്ച വഴികളിൽ നടത്തണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ, സൗഖ്യത്തിൽ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഭാവിയെ കരുതിക്കൊള്ളണമേ. അരുതാത്തതിലൊന്നും അകപ്പെട്ടുവാൻ അനുവദിക്കല്ലേ. ദുഷ്ടപിശാച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണല്ലേ കർത്താവേ. വിദ്യാഭ്യാസം ഏറ്റവും ശ്രേഷ്ഠകരമായി മാറട്ടെ. ജയം കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ജയം നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. ആമേൻ. പഠിക്കുന്ന എല്ലാ മക്കളെയും പേരായിട്ട് ഏൽപ്പിക്കുന്നു. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന മക്കളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് OET, IELTS, ജർമ്മനും പ്രൊമറ്റ് പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്നവർ, ഹാർഡിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരൊക്കെ ഉണ്ട് കർത്താവേ. പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. കുഞ്ഞുങ്ങളെ സഹായിക്കണേ, ബുദ്ധിജ്ഞാനം കൊടുക്കണമേ, ആഗ്രഹിച്ച സ്ഥാനത്ത് എത്തിക്കണമേ. BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളെയും സമർപ്പിക്കുന്ന കർത്താവ്. മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. എൻ്റെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിജ്ഞാനം കൊടുത്ത് ദൈവഭയത്തിൽ പഠിക്കുവാനവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും ആരോഗ്യത്തിലും സമാധാനത്തിലും കാത്തോണേ. നല്ല പ്രതിഫലം കൊടുത്ത് മാനിക്കണമേ. ഉപജീവനമാർഗം ഇല്ലാത്ത മക്കളെ സഹായിക്കണമേ. വഴിവാതിൽ തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രപ്പ. ഭവനമില്ലാത്തവർ, കടഭാരത്തിന് നടുവിൽ കഴിയുന്നവർ, ഭവനം പണിതുകൊണ്ടിരിക്കുന്നവരൊക്കെ സമർപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം വഴിവാതിൽ തുറക്കും, നിശ്ചയമായും മാനിക്കും, ദൂതനെ ഇറക്കും. ആമേൻ. ഹാലലി. ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകും. ഭവനം പണിയുന്നവർക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കും. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. മനസ്സലിവും കരുണയുമുള്ള പിതാവ് അങ്ങോട്ട് സന്നിധിയിൽ കരയുന്നവർക്ക് ആമേൻ എത്രയധികം നന്മ കൊടുക്കും. ഹല്ലേലൂയ. ഞങ്ങളതോർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവ്. കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാം കണ്ണുനീരിനെ തുടയ്ക്കണമേ. അവരുടെ ആവലാതിയും പരാതിയും കൈക്കൊള്ളണമേ കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെയും കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ചവരെയും ഏൽപ്പിക്കുന്നു. സ്തോത്രത്തോടെ നന്ദിയോടെ എല്ലാ നന്മയും അനുഗ്രഹം കൊടുത്ത് പിന്നെയും മാനിച്ചാട്ട് കർത്താവ്. ഞങ്ങളുടെ വിവാഹപ്രായമേ മക്കളെ സമർപ്പിക്കും. തക്കതുണയായിരിക്കും വിവാഹം നടക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചു കൊള്ളണം. ദൈവമായ കർത്താവെ, സ്തോത്രം സ്തോത്രം. അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണം, സഹായിക്കണം.
യാത്ര പോകുന്ന ഓരോ മക്കളെയും കാത്തോണമേ, ആപത്തവിടുന്ന് വിടുവിക്കണമേ. വാഹനമോടിക്കുന്ന എല്ലാ മക്കളെയും പരിപാലിക്കണമേ. എല്ലാ ഉജനുമാർഗവും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ ആവശ്യമറിഞ്ഞ് സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങല്ലാതെ സഹായിപ്പാൻ മറ്റാരുമില്ല കർത്താവേ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലെന്നെടുത്ത വചനമാണ്. കർത്താവിൽ ആശ്രയിച്ച് കടന്നു വരുന്ന ഓരോ മക്കളും അനുഗ്രഹപ്പെട്ടവരായി കാണപ്പെടുക സഹായിച്ചാട്ട് ദൈവമേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ. ആമേൻ. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്ന മാനസാന്തരം നൽകണമേ കർത്താവേ. ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്നപ്പോൾ അതിൻ്റെ സൗഖ്യം കാത്തു കിടക്കുന്ന എൻ്റെ മക്കൾക്ക് അവിടുന്ന് സൗഖ്യം കൽപ്പിക്കണമേ. കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായി വിഭ്രാന്തിയിൽ കടന്നു പോകുന്നവർ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, എൻ്റെ കർത്താവേ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, തൈറോയ്ഡ് ഉള്ളവർ, ആസ്മയുള്ളവർ, അലർജി ഉള്ളവർ, ദുഃഖസംബന്ധമായ രോഗമുള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, ശരീരമാസകലം പുകച്ചിലും ചൊറിച്ചിലുമുള്ള ജീവിതങ്ങൾ, അലർജിയുടെ നടുവിൽ കൂടി കടന്നു പോകുന്നവർ, കർത്താവേ സ്തോത്രം. എൻ്റെ ദൈവമായ കർത്താവേ, ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ളവർ, തലവേദനയാൽ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, കർത്താവേ, വയറ്റിൽ മുഴയാൽ ഭാരമുള്ളവർ, വയറ്റിൽ ഹല്ലേലൂയ പല വിധത്തിലുള്ള രോഗാവസ്ഥകളുള്ളവർ, എൻ്റെ അപ്പനെ പൊന്നുപാദപിടിച്ചിലോട്ട് ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലപ്പാ. തൻ്റെ മക്കളെയൊക്കെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട് കർത്താവേ. നല്ല ഉറക്കവും ആശ്വാസവും കൊടുക്കണമേ കർത്താവേ. മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കടന്നു വരേണ്ട ജീവിതങ്ങളുണ്ടപ്പാ. പ്രത്യേകിച്ച് പ്രാർത്ഥനയെ ചോദിച്ച ജീവിതങ്ങളുണ്ടപ്പാ. നീ അവരെ ഹല്ലേ കർത്താവേ, രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുവാൻ സഹായിക്കണമേ. കുടുംബമായി നിന്നെ ആരാധിപ്പാനും മഹത്വപ്പെടുത്താനും ഓരോ മക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ അതിവേദനകളിൽ കൂടി കടന്നു പോകുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു. നീറുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ കൂടി ഭാരപ്പെടുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാറ്റിനും നീക്കിപ്പോക്ക് എൻ്റെ അപ്പൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒന്നുകൂടി ഏൽപ്പിക്കുകയാണ്. എൻ്റെ കർത്താവ് അവരുടെ പേപ്പറുകൾ നോക്കുന്നിടത്തൊക്കെയും പൊന്നപ്പച്ചൻ്റെ കരമൊന്ന് ചലിപ്പിക്കണമേ അപ്പ. നല്ല മാർക്കോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാസ്സാകാൻ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാം എൻ്റെ അപ്പച്ചൻ്റെ പാദപീഠത്തിലോട്ട് സമർപ്പിച്ചു തരുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.